ശിവരാത്രി ദിവസമോ തലേന്നോ ഏതാണ്ട് 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള താഴെ പറയുന്ന 12 ശിവക്ഷേത്രങ്ങളിലേക്ക് കാൽനടയായോ വാഹനങ്ങളിലോ സഞ്ചരിച്ച് ദർശന സൗഭാഗ്യം നേടുന്നതാണ് ശിവാലയ ഓട്ടം എന്ന പ്രസിദ്ധമായ തീർത്ഥാടനം. ഈ 2 ദിവസങ്ങളിൽ രാത്രിയും പകലുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഈ 12 ശിവക്ഷേത്രങ്ങളും സന്ദർശിച്ച് ദർശന പുണ്യം നേടുന്നത്. തിരുമല തിരുവനന്തപുരത്ത് നിന്നും 50 കിലോമീറ്റർ നാഗർകോവിൽ റൂട്ടിൽ സഞ്ചരിച്ച് കുഴിത്തറയിലെത്തി മാർത്താണ്ഡം മേൽപ്പാലത്തിനടിയിൽ കൂടി വലതുവശത്തേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുമല ശിവക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. ഈ ശിവക്ഷേത്ര ദർശനത്തോടെയാണ് ശിവാലയോട്ടം സമാരംഭിക്കുന്നത്. തിക്കൃശി തിരുമലയിൽ നിന്നും മാർത്താണ്ഡം പോലീസ് സ്റ്റേഷൻ റൂട്ടിലൂടെ 13 കിലോമീറ്റർ സഞ്ചരിച്ച് ചിതറാനിലേക്കുള്ള വഴിയിൽ താമരപർണി നദിക്കരയിലാണ് രണ്ടാമത്തെ ക്ഷേത്രമായ തിക്കൃശി മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃപ്പരപ്പ് ചിതറാൽ അരുമന കളിയൽ വഴി 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിന് കരയിലുള്ള ശിവാലയ ഓട്ടത്തിലെ 3ാമത്തെ ക്ഷേത്രത്തിൽ എത്താവുന്നതാണ്. പടിഞ്ഞാറ് ദർശനത്തിൽ ഭഗവാൻ ഇവിടെ ഉഗ്രമൂർത്തിയായ ജടാധരനാണ്. തിരുനന്നിക്കര തൃപ്പരപ്പിൽ നിന്നും കുലശേഖരം വഴി 8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ശിവാലയ ഓട്ടത്തിലെ 4ാമത്തെ ക്ഷേത്രത്തിൽ എത്തുന്നതാണ്. ഇവിടെ ശിവൻ നന്ദികേശ്വരനാണ്. പൊന്മന 4ാമത്തെ ക്ഷേത്രമായ തിരുനന്നിക്കരയിൽ നിന്നും കുലശേഖരം പെരിഞ്ചാണി പാതയിൽ 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശിവാലയ ഓട്ടത്തിലെ 5ാമത്തെ ക്ഷേത്രമായ പൊന്മന എത്തുന്നതാണ്. ഇവിടെ ശിവൻ തീമ്പിലീശ്വരനാണ്. പന്നിപ്പാകം പൊന്മന വലിയാറ്റുമുഖം വഴി മുട്ടക്കാട് കവലയിലൂടെ 10 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താം. ഇവിടെ ശിവൻ കിരാതമൂർത്തിയാണ്. കൽക്കുളം പ്രസിദ്ധമായ പത്മനാഭപുരം കൊട്ടാരത്തിനരികിലുള്ള ഈ ക്ഷേത്രത്തിലേക്ക് 6ാമത്തെ ക്ഷേത്രത്തിൽ നിന്നും 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ ശിവൻ നീലകണ്ഠനാണ്. മേലാങ്കോട് കുമാരകോവിലിന് സമീപത്തായി പ്രസിദ്ധമായ മേലാങ്കോട് യക്ഷിയമ്പലത്തിനരികിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൽക്കുളത്ത് നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരെയായ ഈ ക്ഷേത്രത്തിൽ ശിവൻ കാലകാലനാണ്. തിരുവിടൈക്കോട് ദേശീയപാതയിൽ വില്ലുകുറിശിക്ക് സമീപമുള്ള ഈ ക്ഷേത്രത്തിലേക്ക് മേലാങ്കോട് നിന്നും ദൂരം 5 കിലോമീറ്ററാണ്. ഇവിടെ പ്രതിഷ്ഠ ജഡയപ്പനാണ്. തിരുവിതാംകോട് 9ാമത്തെ ക്ഷേത്രത്തിൽ നിന്നും തക്കല കേരളപുരം വഴി ഈ ക്ഷേത്രത്തിലെത്താൻ 9 കിലോമീറ്ററാണ് ദൂരം.
പരിധിപണിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തൃപ്പന്നിക്കോട് 10ാമത്തെ ക്ഷേത്രത്തിൽ നിന്നും കുഴിക്കോട് പള്ളിയാടി വഴി 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃപ്പന്നിക്കോട് ക്ഷേത്രത്തിലെത്താം. ഇവിടെ ശിവൻ ഭക്തവത്സലനാണ്. തിരുനട്ടാലം ശിവാലയങ്ങളിൽ അവസാനത്തേത്. തൃപ്പന്നിക്കോട്ട് നിന്നും 4 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. ഒരു കുളത്തിന് കിഴക്കും പടിഞ്ഞാറുമായി ശിവന്റെയും വിഷ്ണുവിൻ്റെയും പ്രത്യേക ക്ഷേത്രങ്ങളുണ്ട്. ശിവൻ ഇവിടെ അർദ്ധനാരീശ്വരനാണ്. 12ാമത്തെ ക്ഷേത്ര ദർശനത്തിനു ശേഷം മടക്കയാത്രയ്ക്കായി ദേശീയപാതയിൽ മാർത്താണ്ഡത്തെത്താൻ 5 കിലോമീറ്റർ മാത്രം ദൂരം. പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായ കാളകൂട വിഷം കണ്ഠത്തിൽ വഹിച്ചപ്പോൾ വിഷവീര്യത്താൽ ഭഗവാൻ മഹാദേവൻ മോഹാത്സ്യപ്പെട്ടു. മഹാദേവന്റെ ജീവനു വേണ്ടി സമസ്ത ദേവീദേവന്മാരും ഉപവാസത്തോടെ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ച രാത്രിയുടെ ഓർമ്മയ്ക്കായാണ് ശിവരാത്രി ആചരിക്കുന്നത്. ആ ദിവസം രാത്രിയിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുന്നതും ഹിന്ദു ആചാരപ്രകാരം അതിവിശിഷ്ടമാണ്.